ഞാൻ വന്നിട്ടുള്ളത് ഓവനിലും ഓവനില്ലാതെയും എങ്ങനെയാണ് പിസ്സ തയ്യാറാക്കുക എന്നുള്ളതിൻ്റെ വീഡിയോയുമായിട്ടാണ്. ചിക്കൻ പിസ്സയാണ് ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. ഈ പിസ്സയിലേക്ക് വേണ്ട സോസിൻ്റെ വീഡിയോ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ സോസിൻ്റെ വീഡിയോ ഞാനിതിൽ കാണിക്കുന്നില്ല. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ പിസ്സ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പിസ്സ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 3/4 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങളുടെ അടുത്ത് വലിയ ഈസ്റ്റാണ് ഉള്ളതെങ്കിൽ അതൊന്ന് കുറച്ച് പഞ്ചസാരയും കൂട്ടിയിട്ട് ചെറിയ ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒരു 10 മിനിറ്റ് അടച്ചു വെച്ചാൽ ഈസ്റ്റ് ആക്റ്റീവായി കിട്ടും. അതിനുശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ ഇത് നേരിട്ട് തന്നെയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇത് ചെറിയ തരിയുള്ള ഈസ്റ്റാണ്, അപ്പോൾ പെട്ടെന്ന് ആക്റ്റീവായി കിട്ടും. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് പിസ്സയിലേക്ക് നമ്മൾ ഒലിവ് ഓയിലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അത് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. ഒലിവ് ഓയിൽ ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലും യൂസ് ചെയ്യാം. പക്ഷേ പിസ്സക്ക് എപ്പോഴും ടേസ്റ്റ് കിട്ടുന്നത് ഒലിവ് ഓയിൽ യൂസ് ചെയ്യുമ്പോഴാണ്. ഇതെല്ലാം കൂടെ നന്നായിട്ട് കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുഴച്ചെടുക്കണം. ഇതിലേക്ക് പാകത്തിന് ചെറിയ ചൂടുവെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുക. ചപ്പാത്തി മാവിനേക്കാളും കുറച്ചും കൂടെ ഒരു ലൂസായിട്ടുള്ള ഒരു ഡോ ആണ് ഇതിന് വേണ്ടത്. വെള്ളം പാകത്തിന് ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്നത് വരെ കുഴച്ചെടുക്കുക. അപ്പോൾ മാവ് ഇവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഡോ ആയിട്ടുണ്ടത്. ചപ്പാത്തി മാവിനേക്കാളും കുറച്ചും കൂടി ഒരു സ്റ്റിക്കി ആയിട്ടുള്ള ഒരു ഡോ ആണിത്. ഇനി ഇത് ഡ്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് ഒലിവ് ഓയിൽ തടവിയിട്ട് ഇതൊന്ന് അടച്ചു വെക്കുക. 1 മണിക്കൂറെങ്കിലും വേണം ഇതൊന്ന് ആക്റ്റീവായി കിട്ടാൻ വേണ്ടിയിട്ട്. ഇത് ഡബിൾ സൈസിലുള്ള ഒരു മാവാവും 1 മണിക്കൂർ കഴിയുമ്പോൾ. പിന്നെ ചൂടില്ലാത്ത സമയമാണെങ്കിൽ കുറച്ചും കൂടെ ടൈം എടുക്കും മാവ് പൊന്തി വരാൻ. ഇനി ഇത് അടച്ചു വെച്ചിട്ട് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഇതിപ്പം 1 മണിക്കൂർ കഴിഞ്ഞിട്ടുള്ള ഡോ ആണ്. ഇതിവിടെ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇത് ഒന്നും കൂടെ കുഴച്ചെടുത്തിട്ട് ഉരുളയാക്കി എടുക്കണം. ഇതേപോലെ ഒന്ന് നന്നായിട്ട് ഒന്നും കൂടെ കുഴച്ചെടുക്കുക. ഞാനിവിടെ 2 ബോളാക്കി വെച്ചിട്ടുണ്ട്. ഒന്ന് വലിയ സൈസിലുള്ളതും ഒന്ന് കുറച്ച് ചെറിയ സൈസിലുള്ളതുമാണ്. വലിയ സൈസിലുള്ളതാണ് ഞാൻ ഓവനിൽ വെക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കുന്നത്. ഇത് ഓവനിൽ വെക്കാനുള്ള ഒരു പാനാണ്. ഇതിൽ വെച്ചിട്ട് പരത്തിയെടുക്കാം. ഇതേപോലെ കൈ കൊണ്ട് തന്നെ പരത്തി കൊടുത്താൽ മതി. വക്കൊന്ന് ഇതേപോലെ ചെറുതായിട്ട് കട്ടിയിൽ വെക്കുക. ഇപ്പോൾ പിസ്സ ഇവിടെ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് ഇത് മാറ്റി വെക്കുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് പൊങ്ങിയിട്ട് വരും. ഇനി ഇതേപോലെ ഞാനൊരു ചെറിയ ഫ്രൈ പാൻ എടുത്തിട്ടുണ്ട്. അതിൽ വെച്ചിട്ടാണ് ഞാൻ സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ട് പിസ്സ തയ്യാറാക്കുന്നത്. ഇതിൽ വെച്ചിട്ട് തന്നെ ഇത് പരത്തിയെടുക്കുക. ഞാനിവിടെ പിസ്സേൻ്റെ ബേസ് ആദ്യം ഒന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം പിസ്സയിലേക്ക് വേണ്ട കൂട്ടൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതും 10 മിനിറ്റ് കൊണ്ട് മാറ്റി വെച്ചാലും കുറച്ചും കൂടെ ഒന്ന് പൊങ്ങിയിട്ട് വരും. ഇപ്പോൾ 2 പിസ്സയും പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇപ്പോൾ കുറച്ചും കൂടെ ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ഒരു 5-10 മിനിറ്റായി ഞാനിത് പരത്തി വെച്ചിട്ട്. അപ്പോൾ ഇതൊന്നും കൂടെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് കൂടുതലായിട്ട് പൊങ്ങി വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചൂടാകുന്ന സമയത്ത് കൂടുതലായിട്ട് ഇത് പൊങ്ങി വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഫോർക്ക് വെച്ചിട്ട് ഇതൊന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. ഇതേപോലെ രണ്ടും കുത്തി കൊടുക്കുക. ഇനി ഞാനിത് ഓവനിലാണ് വെക്കുന്നത്. കൺവെൻഷൻ ഓവനിൽ ഞാൻ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ട് 180 ഡിഗ്രിയിൽ. അതിലൊരു 10 മുതൽ 15 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ പിസ്സയുടെ ബേസ് റെഡിയായി കിട്ടും. പിസ്സയുടെ ബേസ് ആദ്യം റെഡിയാക്കി എടുക്കുകയാണ് ഏറ്റവും എളുപ്പം. എന്നാലേ നല്ല പിസ്സ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. കൺവെൻഷൻ ഓവനിൽ 180 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റ് ബേക്ക് ചെയ്യാൻ വെക്കുക. ഇത് ഞാൻ സ്റ്റൗ ടോപ്പിലാണ് വെച്ചിട്ടുള്ളത്. സ്റ്റൗ ടോപ്പിൽ വെക്കുമ്പോൾ ഈ കുത്ത് വെച്ച ഭാഗത്താണ് നമ്മൾ പിസ്സയുടെ സോസൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ആ ഭാഗം കുറച്ച് വേവിച്ചെടുക്കുക. മറ്റേ ഭാഗം അത്ര വേവിക്കണം എന്നില്ല.
മറ്റേ ഭാഗം പിന്നീട് നമ്മൾ പിസയുടെ ബേസ് വെന്തതിന് ശേഷം ഇതിലേക്കുള്ള മിക്സൊക്കെ റെഡിയാക്കിയിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ട് ആ ഭാഗമാണ് പാനിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ അതൊന്ന് റെഡിയായി കിട്ടിക്കോളും. ഈ പിസയിലേക്ക് വേണ്ട മൊസറല്ല ചീസ് ഞാനിവിടെ അമുലിൻ്റെ പിസ്സ ചീസാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ഓവനിൽ വെച്ച പിസ്സയുടെ ബേസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് തവയിൽ വെച്ച പിസ്സയാണ്. ഇതിൻ്റെ ഈ ഒരു സൈഡ് ഞാൻ നന്നായിട്ട് ആക്കിയെടുത്തിട്ടുണ്ട്. ഒരു സൈഡ് അത്രക്ക് അങ്ങനെ ആയിട്ടില്ല. ഈ സൈഡാണ് അടിഭാഗമായിട്ട് വെച്ച് കൊടുക്കുന്നത്. കുറച്ച് ബ്രൗൺ കളറായിട്ടുള്ള ഭാഗത്താണ് സോസൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത്. മറ്റേ ഭാഗം നല്ല ഡ്രൈ ആയിട്ട് പോവും. രണ്ട് ഭാഗം ഒരേപോലെ ആക്കിയെടുത്താൽ ഡ്രൈ ആയിട്ട് പോവും. ഇതേപോലെ പിസ്സൻ്റെ ബേസ് വേവിച്ച് വെക്കുകയാണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും പെട്ടെന്ന് തന്നെ പിന്നെ ഒരു 5 മിനിറ്റ് മൈക്രോവേവിൽ വെച്ചാൽ മതി. അപ്പോൾ തന്നെ ഇത് പിസ്സ റെഡിയായി കിട്ടും. ഇനി തയ്യാറാക്കി വെച്ചിട്ടുള്ള പിസ്സൻ്റെ സോസ് ഇതിന്മേൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ 2 പിസ്സൻ്റെ ബേസിലും ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഗ്രേറ്റ് ചെയ്ത് വെച്ച മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ കൂടുതൽ പച്ചക്കറികളൊന്നും യൂസ് ചെയ്യുന്നില്ല. കുറച്ച് ക്യാപ്സിക്കം മാത്രം ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുന്നുള്ളൂ. പിന്നെ പൊരിച്ച് വെച്ച ചിക്കൻ്റെ പീസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിക്കൻ്റെ പീസ് ഇതേപോലെ ചെറിയ പീസാക്കിയിട്ട് വെച്ച് കൊടുക്കുക. ഇതിൻ്റെ മുകളിലായിട്ട് ബാക്കിയുള്ള മൊസറല്ല ചീസും കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ചീസൊക്കെ അത്യാവശ്യം ഇട്ട് കൊടുത്താൽ മാത്രമേ പിസ്സക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് കുറച്ച് കൂടുതലായിട്ട് തന്നെ ചീസൊക്കെ ഉപയോഗിക്കുക. ഇനി ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് ഒറിഗാനോ കൂടെ സ്പ്രെഡ് ചെയ്യാനുണ്ട്. ഒറിഗാനോൻ്റെ സ്മെല്ല് വരുമ്പോഴാണ് നല്ല പിസ്സക്ക് നല്ലൊരു സ്മെല്ല് ഉണ്ടാവുന്നത്. ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഞാൻ മൈക്രോവേവിൽ ഒരു 5 മിനിറ്റ് വെക്കുമ്പോഴത്തേന് പിസ്സ റെഡിയായി കിട്ടും. ഗ്യാസ് സ്റ്റോപ്പിൽ വെക്കാനുള്ള പിസ്സ ഞാൻ ഇതേപോലെ ഒരു അലുമിനിയം ഫോയിൽ കൊണ്ട് നന്നായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ചൂട് ഒട്ടും പുറത്തേക്ക് പോവാത്ത രീതിയിൽ വേണം ഇത് കവർ ചെയ്തെടുക്കാൻ. ഇതിൻ്റെ മുകളിൽ കുറച്ചൊരു വെയിറ്റുള്ള ഒരടപ്പും കൂടെ വെച്ച് കൊടുത്തിട്ട് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് കൊടുക്കുക. ഓവനിൽ വെക്കാനുള്ള പിസ്സ ഞാനിവിടെ വെച്ചിട്ടുണ്ട്. ഇതൊരു മൈക്രോവേവ് മോഡിൽ ഒരു 5 മിനിറ്റ് ചൂടാക്കി എടുത്താൽ മതി. ബേസൊക്കെ വെന്തതായതുകൊണ്ട് ഇതിൻ്റെ മുകളിലുള്ള ചീസൊന്ന് നന്നായിട്ട് മെൽറ്റായാൽ മാത്രം മതി. അപ്പോൾ തന്നെ ഇത് വെന്ത് കിട്ടും. ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച പിസ്സ ഞാനിവിടെ തുറന്നു നോക്കിയിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ ഒരു 7 മിനിറ്റ് 8 മിനിറ്റും കൊണ്ട് തന്നെ ഇത് റെഡി ആയിട്ടുണ്ട്. നല്ലോണം ആവി ഇതിൻ്റെ ഉള്ളിൽ നിന്നാൽ മാത്രമേ ഈ ടൈമിനുള്ളിൽ ഇത് വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ പാനിൽ തയ്യാറാക്കിയ പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓവനിൽ തയ്യാറാക്കിയ പിസ്സയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈസി ആയിട്ട് തന്നെ ഓവനില്ലാതെയൊക്കെ പിസ്സ റെഡിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ പുതിയ റെസിപ്പീസിനൊക്കെ വേണ്ടിയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ ഒരു ബെല്ലൈക്കൺ വരും, അതും കൂടി ക്ലിക്ക് ചെയ്യാം. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.